ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ആഗോള കാലാവസ്ഥാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി അഭിസംബോധന ചെയ്യും. ഫിക്കിയുടെ 93ാമത് വാർഷിക പൊതുയോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. സ്വീഡനും യൂറോപ്യൻ യൂണിയനും താരിഫ് ഇതര നിയന്ത്രണങ്ങൾ നീക്കി വ്യാപാര സാധ്യതകൾ സുഗമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ നിരക്ക് 3.71% കുറഞ്ഞു. ലോകത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 7,14,00,000 പിന്നിട്ടു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. 4 ജില്ലകളിൽ തിങ്കളാഴ്ച വോട്ടെടുപ്പ്. ഐഎസ്എല്ലിൽ ഇന്ന് ഒഡീഷയും ഗോവയും നേർക്കുനേർ. ഇന്നലത്തെ ATK മോഹൻ ബഗാൻ ഹൈദരാബാദ് മത്സരത്തിൽ സമനില. വാർത്തകൾ വിശദമായി. പാരീസ് കരാറിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന വെർച്വൽ ആഗോള ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. യുകെയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് ഇക്കാര്യം അറിയിച്ചത്. വിശദാംശങ്ങളുമായി അരവിന്ദ്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള ആഗോള പോരാട്ടത്തിലെ സുപ്രധാന വഴിത്തിരിവാണ് 2015 ഡിസംബർ 12-ന് ഒപ്പുവയ്ക്കപ്പെട്ട പാരീസ് കരാർ. 2016 നവംബർ 4-നാണ് കരാർ നിലവിൽ വന്നത്. കാലാവസ്ഥാ വ്യതിയാനം പെട്ടെന്നുണ്ടായ പ്രതിഭാസമല്ലെന്നും ഇതിനു പിന്നിൽ ചരിത്രപരമായ കാരണങ്ങളുണ്ടെന്നും മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. മൊത്തം കാർബൺ ബഹിർഗമനത്തിന്റെ 25%-ന് അമേരിക്കയും 22%-ന് യൂറോപ്പും 13%-ന് ചൈനയും കാരണക്കാരായപ്പോൾ ഇന്ത്യ പുറംതള്ളിയത് കേവലം 3% മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മുഖ്യ കാരണം അല്ലെങ്കിൽ കൂടിയും ഉത്തരവാദിത്തമുള്ള ആഗോള ശക്തി എന്ന നിലയിൽ അതിനെതിരെ പോരാടാൻ ഇന്ത്യ അണിചേരുകയാണ്. പാരീസ് കരാറിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. കാലാവസ്ഥാ സുതാര്യതാ റിപ്പോർട്ട് 2020 പ്രകാരം കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനുള്ള പ്രതിബദ്ധതകൾ പാലിക്കുന്ന ഒരേയൊരു G20 രാജ്യമാണ് ഇന്ത്യ. ലോകത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയിൽ 2.4% മാത്രമുള്ള ഇന്ത്യയിലാണ് ലോക ജൈവ വൈവിധ്യത്തിന്റെ 8%വും സ്ഥിതി ചെയ്യുന്നത്. 2030ഓടെ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലെ കാർബൺ ബഹിർഗമന തീവ്രത 33 മുതൽ 35% വരെയായി നിജപ്പെടുത്താൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ ജാവ്ദേക്കർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഫിക്കിയുടെ 93ാമത് വാർഷിക പൊതുയോഗത്തിന്റെ ഇന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഫിക്കിയുടെ വെർച്വൽ വാർഷിക എക്സ്പോയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് 11 മണിക്ക് വെർച്വലായാണ് പ്രധാനമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കുക. സാമ്പത്തിക വളർച്ച, ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിന് സാമ്പത്തിക വളർച്ച എങ്ങനെ സഹായിച്ചു തുടങ്ങി ഇന്ത്യൻ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളെക്കുറിച്ച് യോഗത്തിൽ സംസാരിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. പ്രചോദിതമായ ഇന്ത്യ എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാധാന്യം നൽകിയുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ഭാരതീയ ഉത്സവത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ വെർച്വൽ ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ 9 കരാറുകൾ ഒപ്പുവച്ചു. ആണവോർജ്ജം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, വ്യാപക സ്വാധീനമുള്ള സാമൂഹ്യ വികസന പദ്ധതികൾ തുടങ്ങിയവയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. തീവ്രവാദം, മതമൌലികവാദം, വിഘടനവാദം എന്നിവയെക്കുറിച്ച് ഇന്ത്യയ്ക്കും ഉസ്ബെക്കിസ്ഥാനും സമാനമായ ആശങ്കകളുണ്ട്. സുരക്ഷാ കാര്യങ്ങളിലെ പങ്കാളിത്തം ഉഭയകക്ഷി ബന്ധത്തിന്റെ ശക്തമായ സ്തംഭമായി മാറുകയാണെന്നും ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കൂടുതൽ ഊർജ്ജസ്വലവും ശക്തവുമായ സഹകരണത്തിനായി ഇന്ത്യയും സ്വീഡനും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ സ്വീഡൻ തന്ത്രപ്രധാന വ്യാപാര പങ്കാളിത്ത CEO ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വീഡനും യൂറോപ്യൻ യൂണിയനും താരിഫ് ഇതര നിയന്ത്രണങ്ങൾ നീക്കി അവസരങ്ങൾ വിശാലമാക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ ചെയ്യുന്നത് ഉഭയകക്ഷി വ്യാപാരത്തിൽ വർധനവിന് കാരണമാകും. 135 കോടി ജനങ്ങളുള്ള ഇന്ത്യ ഒരുക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് അവസരങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിൽ പ്രവർത്തിക്കാനും ഇവിടത്തെ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനും സ്വീഡിഷ് കമ്പനികൾ താൽപര്യപ്പെടുമെന്ന് ഉറപ്പാണെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. കഴിഞ്ഞ 6 മാസമായി യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈന നടത്തിയ നീക്കങ്ങൾ സമാധാനവും ശാന്തിയും ഉറപ്പുവരുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഉഭയകക്ഷി കരാറുകളുടെ ലംഘനമാണെന്ന് ഇന്ത്യ. നിയന്ത്രണ രേഖയിൽ ഏകപക്ഷീയമായി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചൈന നടത്തിയ ശ്രമങ്ങളാണ് പ്രശ്നത്തിന് കാരണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു.
ഊർജ്ജ മേഖലയിൽ ഖത്തറിൽ നിന്നുള്ള നിക്ഷേപം ആകർഷിക്കാൻ അനുയോജ്യമായ പദ്ധതികൾ കണ്ടെത്താൻ പ്രത്യേക ദൌത്യ സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഖത്തർ ഊർജ്ജ സഹമന്ത്രിയുമായി നടന്ന ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്ര തുറമുഖ ജലഗതാഗത മന്ത്രാലയം ഇന്ത്യൻ തുറമുഖ ബിൽ 2020ന്റെ കരട് പ്രസിദ്ധീകരിച്ചു. 1908ലെ ഇന്ത്യൻ തുറമുഖ നിയമത്തിന് പകരമാണ് പുതിയ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ബില്ലിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 24 വരെ അറിയിക്കാം. ഇന്ത്യയിലെ തുറമുഖ മേഖലയുടെ സുസ്ഥിര വികസനത്തിന് സഹായിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാവും ബിൽ. കാർഷിക വിപണികളിലെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ചൂഷണത്തിൽ നിന്ന് കർഷകരെ മോചിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. ചന്തകളിലെ കെട്ടുപാടുകളിൽ നിന്ന് കർഷകരെ മോചിപ്പിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു. എതിർപ്പുകളുള്ള വ്യവസ്ഥകളെക്കുറിച്ച് തുറന്ന മനസ്സോടെയുള്ള ചർച്ചകൾക്ക് സർക്കാർ തയ്യാറാണെന്നും ശ്രീ തോമർ ആവർത്തിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. രാജ്യത്ത് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ നിരക്ക് 3.71% കുറഞ്ഞതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗമുക്തി നിരക്ക് കൂടുന്നതും പ്രതിദിന രോഗബാധിതരുടെ എണ്ണം കുറയുന്നതുമാണ് രാജ്യത്തിന് നേട്ടമായത്. ഇന്ത്യയുടെ കോവിഡ് മുക്തി നിരക്ക് 94.84 ആണ്. ഡൽഹിയിൽ കോവിഡ് മുക്തി നിരക്ക് 96%-അടുക്കുന്നു. 2085 കോവിഡ് കേസുകളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ 2402 പേർ കൂടി രോഗമുക്തരായതോടെ രോഗമുക്തരായവരുടെ എണ്ണം 5,74,000-ഓളം ആയതായി ഡൽഹി സർക്കാർ അറിയിച്ചു. ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 7,14,00,000 പിന്നിട്ടു. 4,95,00,000-ലേറെ പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. 16 ലക്ഷത്തോളം പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ആഗോള ഐക്യം ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെയും അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകത കോവിഡ്-19 എടുത്തുകാട്ടുന്നതായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇത് അടിസ്ഥാനപരമായ മാറ്റത്തിനുള്ള അവസരമാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 6 ആഴ്ചയിൽ ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 60% വർദ്ധിച്ചതായി ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ. അവധിക്കാലവും ഉത്സവകാലവും അടുത്തുവരുന്ന സാഹചര്യത്തിൽ സ്വയ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുൻനിര കോവിഡ് വാക്സിനുകളുടെ 1 ബില്യൺ ഡോസുകൾ ലഭ്യമായതായി ലോകാരോഗ്യ സംഘടന. സാമ്പത്തിക നില കുറഞ്ഞ രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള കോവാക്സ് പരിപാടിയുടെ ഭാഗമായാണിത്. കേരളത്തിൽ ഇന്നലെ 4748 പേർ കോവിഡ് മുക്തി നേടി. അതേസമയം 4642 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ 29 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2562 ആയി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. നാളെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കും. 2 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ 10 ജില്ലകളിലായി 74.84% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഈ മാസം 16-നാണ് വോട്ടെണ്ണൽ. റെയിൽവേയിലെ 1.4 ലക്ഷത്തോളം ഒഴിവുകൾ നികത്തുന്നതിനായുള്ള പരീക്ഷകൾ ഈ മാസം 15-ന് ആരംഭിക്കും. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2.44 കോടി ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കും. രാജ്യത്തിന്റെ വിവിധ മേഖലകളിലായി 21 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളാണ് പരീക്ഷ സംഘടിപ്പിക്കുന്നത്. പാർലമെന്റ് ആക്രമണത്തിലെ രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ച് നാളെ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി നടത്തും. പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ സഭാ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവയെ നേരിടും. രാത്രി 7:30-ന് ബാംബോലിം GMC സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന ATK മോഹൻ ബഗാൻ ഹൈദരാബാദ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള കാലാവസ്ഥാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി അഭിസംബോധന ചെയ്യും. ഫിക്കിയുടെ 93ാമത് വാർഷിക പൊതുയോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. സ്വീഡനും യൂറോപ്യൻ യൂണിയനും താരിഫ് ഇതര നിയന്ത്രണങ്ങൾ നീക്കി വ്യാപാര സാധ്യതകൾ സുഗമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ നിരക്ക് 3.71% കുറഞ്ഞു. ലോകത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 7,14,00,000 പിന്നിട്ടു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. 4 ജില്ലകളിൽ തിങ്കളാഴ്ച വോട്ടെടുപ്പ്. ISLൽ ഇന്ന് ഒഡീഷയും ഗോവയും നേർക്കുനേർ. ഇന്നലത്തെ ATK മോഹൻ ബഗാൻ ഹൈദരാബാദ് മത്സരത്തിൽ സമനില. വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.